പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന വാർത്തകൾ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് അകത്ത് പറയേണ്ടുന്ന പല അഭിപ്രായങ്ങളും പുറത്തു പറഞ്ഞ് പാർട്ടിയെ തിരുത്തിച്ച് അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ മുൻനിര നേതൃത്വം മുഴുവൻ. പുതിയ കാലത്തെ ചെറുപ്പക്കാർ നിലയിൽ ഞങ്ങൾക്കാർക്കും അതറിയാൻ പാടില്ലാത്തത് കൊണ്ടോ അങ്ങനെ തിരുത്താൻ ഒന്നുമില്ലാത്തത് കൊണ്ടോ അല്ല മിണ്ടാതിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും മിണ്ടാതിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർ മിണ്ടാതിരിക്കുന്നത്, ഞങ്ങൾ കൂടി മിണ്ടിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്നുള്ളൊരു ബോധ്യം കൊണ്ടാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരായിട്ട് ജനവികാരം അലയടിക്കുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പൊതു ഇടത്തിൽ ചർച്ചയാകേണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു യുവ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഈ പാർട്ടി പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടോ? ഈ 10 വർഷക്കാലത്തിനിടയിലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നുമല്ല. പക്ഷെ അത് വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. യുവാക്കൾ കാണിക്കുന്ന, ചെറുപ്പക്കാർ കാണിക്കുന്ന ആ പക്വതയും പാകതയും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ദയവ് ചെയ്ത് കാണിക്കണമെന്ന് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ തലക്കെട്ടിൽ നിറയണമെന്ന ആഗ്രഹമുള്ള ആളുകൾ ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടും BJPക്കെതിരായിട്ടും അതിനിശ്ചിതമായ വിമർശനം ജനങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വിമർശനങ്ങൾ ക്യാരി ചെയ്തിട്ട് ആ വാർത്തകളിലാണ് ഇടം പിടിക്കേണ്ടത്. അതല്ലാതെയുള്ള വാർത്തകൾ ഇടം പിടിക്കുമ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, ഇപ്പം ഇന്നത്തെ ദിവസം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് പേവിഷബാധയേറ്റ് മരണപ്പെട്ട സാഹചര്യമുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട, ആ രാഷ്ട്രീയം പറയേണ്ടുന്ന ദിവസം എന്താണ് ചർച്ചയാകുന്നതെന്ന് നേതാക്കന്മാർ കൂടി ഒന്ന് ആലോചിക്കട്ടെ. ചായക്കട തൊട്ട് പുതിയ കാലഘട്ടത്തിലെ സമൂഹ മാധ്യമ ഇടങ്ങളിൽ വരെ രാഷ്ട്രീയം പറയുകയും ആ രാഷ്ട്രീയം പറയുന്നതിൻ്റെ പേരിൽ BJPയുടെയും CPMൻ്റെയും ഒക്കെ അക്രമം ഏറ്റുവാങ്ങുകയും അത് ഐഡിയോളജിക്കൽ അറ്റാക്ക് ആയാലും ശരി തന്നെ, കായികമായ അറ്റാക്ക് ആയാലും ശരി തന്നെ, അത് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന സാധാരണ പ്രവർത്തകൻ്റെ അവൻ്റെ മുറയിലിനെ തകർക്കുന്നതായിരിക്കരുത് നേതൃത്വത്തിൻ്റെ പ്രവൃത്തി. അതിനകത്ത് നേതാക്കന്മാർ കൃത്യമായി ജാഗ്രത ഉണ്ടാകണം. ഇപ്പം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്തിനാ ഇത്ര അനിശ്ചിതത്വം? ഇപ്പോൾ പാർട്ടിയുടെ ഹൈക്കമാൻഡ് ഒരാളെ നിശ്ചയിക്കുമ്പോൾ അത് ഏത് പദവിയിലായിക്കോട്ടെ, ഇപ്പോൾ എന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് പാർട്ടിയുടെ ഹൈക്കമാൻഡ് നിശ്ചയിച്ചു. അപ്പോൾ ആ നിശ്ചയിക്കുന്ന ആളുകൾക്കറിയാം എന്നെ എപ്പോൾ മാറ്റണം, എപ്പോൾ മാറ്റണ്ട എന്ന്. അത് ബാക്കിയുള്ളവർ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടാണോ ആളുകളെ വെക്കുകയും മാറ്റുകയും ചെയ്യുന്നത്? പാർട്ടിയുടെ ഹൈക്കമാൻഡിന് കൃത്യമായി ബോധ്യമുള്ള പുനഃസംഘടനാ വിഷയത്തിനകത്ത് എല്ലാ ദിവസവും ഇങ്ങനെ വാർത്ത ഉണ്ടാക്കുന്നത് അത്ര ആരോഗ്യകരമല്ല. മാത്രമല്ല, നേതൃത്വം ഇടപെട്ട അനിശ്ചിതത്വം മാറ്റണം. അത് പാർട്ടി പ്രവർത്തകരുടെ മുറയിലിനെ ബാധിക്കും. അതുപോലെ തന്നെ ഈ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുടെ മുറയിലിനെ ബാധിക്കും. അവർ തുടരുകയാണോ, തുടരുകയല്ലേ, അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം. അതല്ലാതിരിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുക? വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അംഗനവാടിയിലെ ക്ലാസ് ലീഡറെ തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പല്ല ഇത്. സാധാരണ പ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന, സാധാരണ പ്രവർത്തകന് അധികാര സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയുന്ന പ്രവർത്തകന്റെ തെരഞ്ഞെടുപ്പാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ആ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങേണ്ടുന്ന പ്രസ്ഥാനം ഇത്തരമൊരു ചർച്ചകളുടെ പിന്നാലെ പോകുന്നത് സാധാരണ പ്രവർത്തകന്റെ, ഒരിക്കൽ കൂടി പറയുന്ന, മുറയിൽ തകർക്കും. രാവിലെ പത്രം എടുക്കുമ്പോൾ നെറ്റി ചുളിക്കേണ്ടി വരുന്നത്, വിയർക്കേണ്ടി വരുന്ന അവസ്ഥ, പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അവസ്ഥ, പ്രവർത്തകന് മാറ്റേണ്ടുന്ന ബാധ്യത പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുക്കണം. കഴിഞ്ഞൊരു 10 വർഷക്കാലമായി കേരളത്തിലെ ചെറുപ്പക്കാർ കാണിക്കുന്ന അച്ചടക്കം തലയെടുപ്പുള്ള മുതിർന്ന നേതാക്കന്മാർ കൂടി കാണിക്കുവാൻ അവരോട് വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. അച്ചടക്കം അങ്ങനെ ഏതെങ്കിലും വ്യക്തികളല്ല, മുതിർന്ന നേതാക്കന്മാർ കുറച്ചുകൂടി റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ടതായിട്ടുണ്ട്. കാരണം പുതിയ കാലഘട്ടത്തിൽ ജനം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വരണമെന്ന നിർബന്ധ ബുദ്ധി ജനങ്ങൾക്കുണ്ട്. ആ നിർബന്ധ ബുദ്ധിയെ നമ്മൾ ക്യാരി ചെയ്യണം. മാത്രമല്ല, അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. കാരണം അത്രയ്ക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് പൊറുതിമുട്ടിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ. ഞാൻ ഇന്ന് പറഞ്ഞ ഗൗരവതരമായ വിഷയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പേവിഷബാധയുടെ പ്രതിരോധ കുത്തിവയ്പ് ഏറ്റെടുത്തതിന് ശേഷം 20 ആളുകൾ മരിക്കേണ്ടി വരികയാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം പോലും സർക്കാർ റദ്ദ് ചെയ്യുകയാണ്. അതൊക്കെയാണ് ചർച്ചയാകേണ്ടത്, അതാണ് ടാഗ് ലൈൻ ആകേണ്ടത്. അതല്ലാതെയുള്ള ഒരു ചർച്ചയും അത് പാർട്ടിയുടെ നല്ല ആരോഗ്യത്തിന് ഗുണകരമാകില്ല.
അങ്ങയുടെ ആ ചോദ്യത്തിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണല്ലോ ഞാൻ. അങ്ങയുടെ മാധ്യമ സ്ഥാപനം തന്നെ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം 10-11 തവണ അദ്ദേഹത്തെ മാറ്റി. ഇതുവരെ അദ്ദേഹം മാറിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്തരം ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങളെ അതിന് ഒഴിഞ്ഞു മാറാനുള്ള പക്വത മുതിർന്ന നേതാക്കന്മാർ കാണിക്കണമെന്ന് ഞാൻ പറയുന്ന പത്രസമ്മേളനത്തിൽ തന്നെ ഞാൻ ആ ട്രാപ്പിൽ ഒന്ന് വീഴാൻ പാടുണ്ടോ? ഞാൻ ഒരു നേതാക്കന്മാരുടെ പേരുകളിലേക്കില്ല. അത്തരം ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ എൻ്റെ പത്രസമ്മേളനം ഒരു വാർത്തയാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആളല്ല ഞാൻ ഇന്നത്തെ ദിവസം വരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും അതിനു മുൻപും ഞാനും എൻ്റെ തലമുറയും എൻ്റെ മുൻ തലമുറയും എല്ലാം വാർത്താ സമ്മേളനങ്ങൾ നടത്തുന്നത് ഈ ജനവിരുദ്ധരായ സർക്കാരുകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മാധ്യമ സമ്മേളനത്തിൻ്റെയും പ്രധാന ഉദ്ദേശം അത് തന്നെയാണ്. അതല്ലാതെയുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വാർത്തയ്ക്കും പ്രതികരിക്കാൻ ഞാനില്ല. അത് നേതൃത്വത്തിന് ഇത് നല്ല ബോധ്യമുള്ള ആളുകളാണ്, നല്ല കപ്പാസിറ്റി ഉള്ളതാണ് നേതൃത്വം. അത് കേരളത്തിലെ നേതൃത്വമായാലും ഹൈക്കമാൻഡ് ആയാലും ഈ വിഷയങ്ങൾക്കകത്ത് ഹൈക്കമാൻഡിന് ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് വാർത്തകൾ വരേണ്ട കാര്യമില്ലല്ലോ. ഇവിടുന്ന് തന്നെ നമ്മൾ വാർത്തകൾ ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ വാർത്തകളുടെ ആവശ്യമില്ല. ഹൈക്കമാൻഡിന് അറിയാം. ഇപ്പം എന്നെ നിയമിച്ചത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിന് അറിയാം എത്ര കാലം ഞാൻ പ്രവർത്തിക്കണം, എത്ര കാലം ഞാൻ മാറണം. എന്നോട് മാറാൻ പറയുമ്പോൾ ഞാൻ മാറും. അതല്ലാതെ ഇവിടെ കിടന്ന് വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഞാൻ അതിനകത്ത് ഒരാളിലേക്കും എൻ്റെ പത്രസമ്മേളനമോ എൻ്റെ പ്രസ്താവനയോ വിരൽ ചൂണ്ടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്കല്ല ഞാൻ പറയുന്നത്. പൊതുവിൽ മുതിർന്ന നേതാക്കന്മാർ, പുതുതലമുറ കാണിക്കുന്ന ഒരു അച്ചടക്കം ഉണ്ടല്ലോ. പുതുതലമുറ ഈ വിഷയങ്ങൾക്കകത്ത് അവർക്കുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ ആരെ വേണമെങ്കിലും എടുത്തു. ഞാൻ പറയാമല്ലോ, 10 വർഷത്തിനിടയിൽ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പറ. ഈ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകന് മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ചെറുപ്പക്കാരൻ്റെ പേര് പറ. ആ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കന്മാർ കാണിക്കണം. അത് ഏതെങ്കിലും ഒരു പേരിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എല്ലാവർക്കും അത് ബാധകമാണ്. അല്ല, കേരളത്തിലൊരു നേതൃമാറ്റം വേണമെന്നോ വേണ്ടായെന്നോ പറയാൻ കേരളത്തിലുള്ള നേതാക്കന്മാരുടെ കപ്പാസിറ്റി എന്താണ് കേരളത്തിലെ നേതാക്കന്മാരുടെ കപ്പാസിറ്റി? വേണമെന്ന് പറയാനോ വേണ്ട എന്ന് പറയാനോ? ഇത് നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളില്ലേ? നമ്മളെ നിശ്ചയിക്കുന്ന ആളുകളല്ലേ നമ്മൾ തുടരണമോ നമ്മൾ വേണ്ടായോ എന്ന് തീരുമാനിക്കേണ്ടത്? അത് നിശ്ചയിക്കുന്ന ആളുകളല്ലേ? ആ ആളുകൾക്ക് അതിനകത്തൊരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണല്ലോ നമ്മളെയൊക്കെ നിശ്ചയിച്ചത്. ആ ആളുകൾ തന്നെ തീരുമാനിച്ചോട്ടെ. അല്ല, അങ്ങനെ പാർട്ടിക്കകത്ത് പറയാനുള്ള സ്പേസ് ഉണ്ടായിട്ടല്ല. പക്ഷേ ഇന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. പാർട്ടിക്കകത്ത് പറയാനുള്ള ഒരു സ്പേസിൻ്റെ കുറവൊന്നും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലോ നിയമസഭാ സാമാജിക എന്ന നിലയിലോ ഇല്ല. പക്ഷേ പാർട്ടി പ്രവർത്തകർക്കൊരു വേദന ഉണ്ടാകുന്നുണ്ട്. ആ വേദന അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. എൻ്റെ ഈ മാധ്യമ സമ്മേളനം കൊണ്ട് പോലും വേദന ഉണ്ടാകുന്ന പാർട്ടി പ്രവർത്തകരുണ്ടാകും. അവരോട് ഖേദം രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതിനൊക്കെ കപ്പാസിറ്റി നേതൃത്വത്തിനുണ്ടല്ലോ. നമുക്ക് റേസ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ പറയാൻ ഉദ്ദേശിക്കാത്തൊരു വാക്ക്, അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് കിട്ടില്ല.